ശ്രീ ജോസഫ് ആൻ്റണി, ഇവിടെ പി ജെ അരുൺ ഞങ്ങളുടെ പ്രതിനിധി സൂചിപ്പിക്കുകയായിരുന്നു, ഈ അയലത്തെ ശത്രുവാണ് അകലെയുള്ള ബന്ധുവിനേക്കാൾ ഉപകാരപ്പെടുന്നത്. അക്ഷരാർത്ഥത്തിൽ അതൊരു പഴഞ്ചൊല്ലാണെങ്കിലും ഇവിടെ ചൈനയാണ് രൂപപ്പെട്ടത്. വലിയ ഫ്രണ്ട് ട്രംപൊക്കെ ചതിച്ചു, പക്ഷേ രൂപപ്പെടുന്നത് സഖ്യമായി രൂപപ്പെടുന്നത് ഇവിടെയാണ്. എന്താണ് ഈ ഷാങ്ഹായ് ഉച്ചകോടിയുടെ രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ? ഷാങ്ഹായ് ഉച്ചകോടിയുടെ രാഷ്ട്രീയ പ്രാധാന്യം പ്രധാനമായും ട്രംപ് അഴിച്ചുവിട്ട ഈ ചുങ്കഭൂതത്തെ ഒരു പരിധിവരെ തടയാനുള്ള ഒരു ശ്രമം ലോകത്ത് നടക്കുന്നുണ്ടോ എന്ന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഏറ്റവും വലിയ പ്രാധാന്യം. അപ്പൊ അത് അവിടെ തന്നെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയും ചൈനയും തമ്മിൽ വളരെ അടുത്ത് ഇടപഴകേണ്ട, പെരുമാറേണ്ട, വിശ്വസിക്കേണ്ട രാജ്യങ്ങളാണ് എന്ന് രണ്ടു കൂട്ടർക്കും കുറച്ചുകൂടി ബോധ്യം വരുന്ന ഒരു സാഹചര്യം ട്രംപായിട്ട് സൃഷ്ടിച്ചു. എന്നാൽ ട്രംപായിട്ട് സൃഷ്ടിച്ചു എന്ന് പറയാൻ കഴിയത്തില്ല പൂർണ്ണമായും. കാരണം നമ്മൾ 2024 കസാൻ സമ്മേളനത്തിൽ വെച്ച് തന്നെ ചൈനയും ഇന്ത്യയും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി വെച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സേനകൾ തമ്മിൽ ഉണ്ടായിരുന്ന സംഘർഷങ്ങളിൽ അയവ് വന്നു. നമ്മൾ വിമാന സർവീസുകൾ പുനരാരംഭിക്കണമെന്ന് തീരുമാനിച്ചു. മാനസ സരോവർ തുറന്നു കൊടുത്തു. ട്രേഡിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചു. ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയും ഇൻവെസ്റ്റ്മെന്റും കൂട്ടണമെന്ന് വ്യവസായികൾ ആവശ്യപ്പെട്ടു, നീതി ആയോഗ് ആവശ്യപ്പെട്ടു. അങ്ങനെ ഗവൺമെന്റ് അതിന് അനുമതി കൊടുത്തു. അപ്പൊ ആ തരത്തിൽ കുറെ പ്രവർത്തനങ്ങൾ നടന്നു വന്നു. പക്ഷെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ആക്കം കൂട്ടുകയും ഇങ്ങനെ പോരാ, കുറച്ചുകൂടി ശക്തമായ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മളെല്ലാവരും പണ്ട് ഡെങ് സിയാവോപിങ്ങിന്റെ കാലം മുതൽ പറയുന്നതാണ്. ഡെങ് സിയാവോപിങ്ങും രാജീവ് ഗാന്ധിയും 1988 പരസ്പരം കണ്ടപ്പോൾ പറഞ്ഞു, നമ്മുടെ 21ാം നൂറ്റാണ്ട് ഏഷ്യൻ സെഞ്ചുറി ആകണം. ഏഷ്യൻ സെഞ്ചുറി ആകണമെങ്കിൽ ഇന്ത്യയും ചൈനയും കൂടി നിന്നാൽ മാത്രമേ സാധ്യമാകൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ ഷീ ജിൻപിങ്ങും നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയൊക്കെ കാണുമ്പോഴും പറയുന്നത് ഏഷ്യ എന്ന് പറയുന്നത് നമ്മുടേതാവണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ ശബ്ദം ലോകം ശ്രദ്ധിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഷീ ജിൻപിങ് പറഞ്ഞു. അപ്പൊ ആ തരത്തിൽ എങ്കിൽ പോലും ഈ നമ്മൾക്കറിയാം 1991 ശേഷം നമ്മുടെ സാമ്പത്തിക നയത്തിലുണ്ടായ മാറ്റത്തിന്റെ ഫലമായിട്ട് നമ്മുടെ വിദേശ നയത്തിന് കാര്യമായ മാറ്റം വന്നു. അമേരിക്കയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന വിദേശ നയമായി നമ്മുടേത് മാറി. എന്നാൽ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അത് കൂടുതൽ ഒരു തരത്തിൽ വിധേയത്വമുള്ള വിദേശ നയമായി മാറി എന്ന് പറയാതിരിക്കാൻ നിർവാഹം. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഞങ്ങൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ നിരന്തരം പറയുന്ന ഒരു വാചകമുണ്ട്, യു ഷുഡ് നോട്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്കറ്റ്. നിങ്ങൾ എല്ലാ മുട്ടകളും ഒരു കുട്ടയ്ക്കകത്ത് ഇടരുത്. നിങ്ങൾ പൂർണ്ണ വിശ്വാസം ഏതെങ്കിലും ഒരു രാഷ്ട്രത്തെ അർപ്പിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് സ്ഥിരമായ ശത്രുക്കളുമില്ല, സ്ഥിരമായ മിത്രങ്ങളുമില്ല. സ്ഥിരമായിട്ടുള്ളത് സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രമാണ്, രാജ്യങ്ങളുടെ താല്പര്യങ്ങൾ മാത്രമാണ്. അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കാതെ ഇവര് എല്ലാം നമ്മളെ നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ അമേരിക്കയെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം അവരുടെ പ്രത്യയശാസ്ത്രപരമായ നിലപാട്, കമ്മ്യൂണിസത്തിനെതിരായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര നിലപാട് ഈ ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു പോർമുഖം തുറക്കുന്നതിലും നേരത്തെ തന്നെ തുടങ്ങി വെച്ചാണ് പക്ഷേ ഒടുവിൽ മുട്ടുമടക്കേണ്ടി വന്നു. മുട്ടുമടക്കി അല്ലേ? അല്ല, അതാണല്ലോ. അതായത് ഈ ട്രംപ്, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണല്ലോ, ഒരു രാജ്യത്തിൽ ഈ വേറെ ഒരു രാജ്യത്തിനെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു നയമില്ല. ഓരോ രാജ്യത്തിനുള്ള ഒരേ ഒരു നയം എന്റെ കാര്യം നടപ്പിലാക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാമല്ലോ, ഈ ദക്ഷിണേഷ്യ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ കൂടെ ആരുണ്ട്? ആരുമില്ല. ഇപ്പൊ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ അവയെ നമുക്ക് നേരിടാൻ കഴിയുന്നത് അത് നമ്മുടെ വ്യാപാരവും വാണിജ്യവും ഡൈവേഴ്സിഫൈ ചെയ്യുന്നതിലൂടെയാണ്. അപ്പൊ വ്യത്യസ്ത മേഖലയിലേക്ക് വിടാൻ നമുക്ക് കഴിയുന്നില്ല ഇപ്പോൾ. അതുകൊണ്ടാണ് നമ്മളിപ്പോ ചൈന, നമുക്കറിയാമല്ലോ, ഇന്ത്യ ചൈന അതിർത്തി രാജ്യങ്ങളിൽ ഏറ്റവും അധികം പരസ്പരം സഹായിക്കാൻ കഴിയുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. അവർക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും, നമ്മൾക്ക് അവരെയും സഹായിക്കാൻ കഴിയും. ഇപ്പൊ നമ്മൾ നോക്കും, നമ്മുടെ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, നമ്മുടെ മെഡിക്കൽ മരുന്നുകൾ, ഫർണിച്ചറുകൾ, എന്തെല്ലാം തരത്തിലുള്ള സാധനങ്ങളാണ് ചൈനയിൽ നിന്ന് വരുന്നത്, ഇൻഫ്രാസ്ട്രക്ചർ കാര്യം, ഇതെല്ലാം വാസ്തവത്തിൽ ചൈനയിൽ നിന്ന് വരുന്നത് കൊണ്ടാണ് നമ്മുടെ വ്യവസായങ്ങൾ ശരിക്ക് നടന്നു പോകുന്നത് എന്ന് നമ്മുടെ വ്യവസായ സമൂഹം തിരിച്ചറിഞ്ഞത് കൊണ്ടാണല്ലോ ഈ ഗാൽവൻ സംഭവത്തിന് ശേഷം നമ്മളിവിടെ അവരുടെ ആപ്പുകൾ നിരോധിച്ചു, അവരുടെ ഇൻവെസ്റ്റ്മെന്റുകൾ നിരോധിച്ചു, അവരുടെ എല്ലാ ടെക്നോളജികളും വേണ്ടെന്ന് പറഞ്ഞു. അവസാനം നമ്മുടെ ചേംബർ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസും ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫിക്കി, ചേംബർ ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസും നീതി ആയോഗും നമ്മുടെ 2024 ഫിനാൻസ് റിപ്പോർട്ടും നമ്മുടെ ബജറ്റിന് മുമ്പ് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വരെ ഈ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി, ടെക്നോളജി ഇറക്കുമതിയും ഇൻവെസ്റ്റ്മെന്റും തുടരണം. അതല്ലെങ്കിൽ നമ്മുടെ വ്യവസായ മേഖല ആകെ
ആകെ സ്തംഭിക്കുമെന്ന് ഈ ഒരു എല്ലാ വിഭാഗവും ഒരുമിച്ച് പറയേണ്ടി വന്നത് ഈ നമ്മുടെ ഈ ദൂരക്കാഴ്ചയില്ലാത്ത ഈ വളരെ ജിങ്കോയിസ്റ്റിക് ആയിട്ടുള്ള നടപടിയുടെ ഫലമായിട്ടാണ്. അപ്പൊ അങ്ങനെ അതായത് നമുക്ക് താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ അടുത്തുള്ള ശത്രുവാണ് അകലെയുള്ള മിത്രത്തെക്കാൾ വളരെ നല്ലത്. നമുക്ക് ചൈന എന്ന് നമ്മുടെ അയൽ രാജ്യത്തെ ആരെങ്കിലും നമുക്ക് മാറ്റാൻ കഴിയുമോ? മാറ്റാൻ കഴിയത്തില്ല. എന്ന് മാത്രമാണോ ചൈന എന്ന് പറയുന്നത് ലോകത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്. ഈ അമേരിക്കയ്ക്ക് നേരിട്ട് ചൈനയെ എതിർക്കാൻ കഴിയത്തില്ല, പരാജയപ്പെടുത്താൻ കഴിയത്തില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ അമേരിക്ക ഇന്ത്യയോട് ഇത്രയും വലിയ പ്രണയം കാണിക്കാനുള്ള കാര്യം. അല്ലാതെ ഇന്ത്യയെ രക്ഷപ്പെടുത്തിക്കളയാന്നുള്ള സ്നേഹമൊന്നും കൊണ്ടല്ലോ. അപ്പൊ ഈ ചൈനയെ നേരിടാൻ ഞങ്ങൾ പറയും ബഗ് പാസിംഗ് എന്ന് പറയും. നിങ്ങൾക്ക് ഒരു രാജ്യത്തെ നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയത്തില്ലെങ്കിൽ ആ ഉത്തരവാദിത്തം നിങ്ങളുടെ സുഹൃത്തിനെ ഏൽപ്പിക്കുക എന്ന് പറയും. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾ ഇന്ത്യയെ ഏൽപ്പിച്ചുകൊണ്ട് ചൈനയെ എതിരിടാം, ഓസ്ട്രേലിയയിൽ ഏൽപ്പിച്ചുകൊണ്ട് ജപ്പാനെ ഏൽപ്പിച്ചുകൊണ്ട് നേരിടാം. ഈ ഒരു സ്ട്രാറ്റജിയാണ്. അല്ലാതെ ഈ നമ്മൾ ഈ അമേരിക്കക്കാരെ എല്ലാം പൊക്കിക്കൊണ്ട് നടക്കുന്ന കണക്കും ഉള്ള യാതൊരു കാര്യവുമില്ല. നമ്മൾ 2017 തെരഞ്ഞെടുപ്പ് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇവിടുന്ന് നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി പോയി അവിടെ അദ്ദേഹത്തിന് വോട്ട് പിടിച്ചു. ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് വോട്ട് പിടിച്ചു. ഒരു മാസം പ്രധാനമന്ത്രി ഒരിക്കലും കാണിച്ചുകൂടാത്ത ഒരു അൺഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള കാര്യമാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ചെയ്തത്? ഇദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് സ്വർഗത്തേക്ക് കൊണ്ടുപോകുന്നുള്ള വിദ്യാധാരണ കൊണ്ടാണല്ലോ. അന്ന് നമ്മൾ പറഞ്ഞ കാര്യമുണ്ട്, ഇയാൾ അപകടകാരിയായിട്ടുള്ള ഒരു പ്രസിഡന്റാണ്, ഇന്ത്യ പരമാവധി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രസിഡന്റാണ്, ഇദ്ദേഹം ജയിക്കുന്ന ആപത്താണെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യൻ സമൂഹം ഒരു പരിധിവരെ ഈ BJP-യൊക്കെ അനുകൂലിക്കുന്ന സമൂഹം വളരെ പിന്നെന്താണ് ഇപ്പോഴും വാസ്തുവിൽ ഇവരെ ഈ ഇത്രയും കൊള്ളരുതായൊക്കെ ഇന്ത്യയോട് കാണിച്ചിട്ടും ട്രംപിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇയാൾ അപകടകാരിയാണ്, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് ഇന്ത്യ മാത്രമല്ല ലോകം മുഴുക്കെ ഈ ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെയും വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യമാണ്. കാരണം ഈ നാലെണ്ണയുടെ ചട്ടി പൊട്ടിയാലും കുറച്ച് മീൻ നഷ്ടമായാലും യഥാർത്ഥ സ്വഭാവം ചിലരുടേത് പിടികിട്ടിയല്ലോ എന്നൊരു ചൊല്ലുണ്ടല്ലോ. ലോകം തിരിച്ചറിഞ്ഞ ഈ അമേരിക്കൻ ഭരണകൂടം സാമ്രാജ്യത്വ ഭരണകൂടമാണ്, സാമ്രാജ്യത്വ താല്പര്യങ്ങളോട് പ്രവർത്തിക്കുന്ന രാജ്യമാണ്. അതല്ലാതെ അവർ പറയുന്ന ജനാധിപത്യവും പിന്നെന്താണ് മനുഷ്യാവകാശവും അവർക്ക് അവരുടെ തൊട്ടയലത്തൂടെ പോയിട്ടില്ല. അത് പിന്നെ ജോർജ് കെന്നൻ എന്ന് പറയുന്ന 2ാം ലോകമായതിനു ശേഷം അമേരിക്കൻ വിദേശ നയം രൂപീകരിച്ച ആള് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങളെ ആവശ്യമില്ലാത്ത ജനാധിപത്യമൊന്നും മനുഷ്യാവകാശമൊന്നും പറയരുത്, നമ്മൾ നമ്മുടെ ഈ ലോകം മുഴുവൻ കീഴടക്കാൻ ചെല്ലുമ്പോൾ ഇതൊക്കെ നമുക്ക് പ്രശ്നമായിട്ട് വരും എന്ന് അന്നേ തന്നെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ അന്ന് മുതൽ തന്നെ നമുക്കറിയാം 1953 ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇറാനിലെ ഗവൺമെന്റിനെ അട്ടിമറിച്ച് കളഞ്ഞുകൊണ്ടല്ലേ ഈ പറഞ്ഞ പ്രതിസന്ധി ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടായത്. അപ്പൊ അത് ക്യൂബയിലാവട്ടെ, ചിലിയിലാവട്ടെ, പിന്നെ കോങ്കോയിലാവട്ടെ, ഘാനയിലാവട്ടെ, പാട്രിസ് ലുമുമ്പായി, എൻക്രൂമായി ഒക്കെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടവരെ അട്ടിമറിച്ച് കൊലപ്പെടുത്തിയത് ആരാണ്? അതെ, തീർച്ചയായും. അങ്ങനെ ലോകത്ത് മുഴുവൻ അസമാധാനം സൃഷ്ടിച്ച് അവരുടെ താല്പര്യങ്ങൾ ഇറക്കുമതി ചെയ്തു. ഇത് ട്രംപിനും സംഘപരിവാറിനും മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ചില മനസ്സിലാക്കലിൻ്റെ ഘട്ടം എത്തുന്നു. പക്ഷേ ഇവരുടെ ചില ആശയപരമായ വിരോധങ്ങൾ ഏതർത്ഥത്തിലാകും ഇതിനെ ഫുൾഫില്ലെത്തിക്കുക എന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. എന്തായാലും സമഗ്രമായ വിവരങ്ങളാണ്, അനുഭവങ്ങളാണ് ഡോക്ടർ ജോസഫ് ആൻ്റണി പങ്കുവച്ചത്.